ലഹരിക്കെതിരെ 100 ദിന കർമ്മ പദ്ധതിയുമായി മലപ്പുറം ജില്ലാ പഞ്ചായത്ത്. ഇതിന്റെ ഭാഗമായി അടുത്ത മാസം 15 മുതൽ പ്രചാരണ പരിപാടികൾ ആരംഭിക്കും. ജില്ലാ പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ വിവിധ വകുപ്പുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തിയ യോഗത്തിലാണ് തീരുമാനം. ലഹരിമുക്ത മലപ്പുറം എന്ന ലക്ഷ്യവുമായി സമൂഹത്തിന്റെ വിവിധ മേഖലകളിലുള്ളവരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ക്യാമ്പയിൻ ശക്തമാക്കുമെന്ന് യോഗം ഉദ്ഘാടനം ചെയ്ത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് MK റഫീഖ പറഞ്ഞു. കുട്ടികളിൽ ഇത് ഉപയോഗിക്കുന്നുണ്ട് എന്നൊക്കെയാണ് കണക്കുകൾ പറയുന്നത്. ഈ അടുത്ത് കളക്ടറുടെ ഇന്റേൺസിനെ പോസ്റ്റ് ചെയ്യാറുണ്ട് 3 മാസത്തിനുള്ളിൽ. അപ്പൊ അവർക്ക് ഒരു ഡ്രൈവ് കളക്ടർ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് പ്രകാരം അവര് കൽപ്പകഞ്ചേരി ഭാഗത്താണ്, കൽപ്പകഞ്ചേരി പഞ്ചായത്തിലാണ് ഒരുപാട് വിദ്യാലയങ്ങൾ അവിടെ ഉണ്ട്. അതുകൊണ്ട് ആ ഒരു കുറെ വിദ്യാലയങ്ങളിൽ അവരൊരു സർവേ നടത്തിയപ്പോൾ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ അവരെന്റെ അടുത്ത് വന്ന് അത് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അവർ പറയുന്നത് HM-മാരും ഒക്കെ ഇപ്പൊ ബാഫക്കിയിലെ HM ആയിരുന്നാലും ഞങ്ങളുടെ ജില്ലാ പഞ്ചായത്തിന്റെ നിയന്ത്രണത്തിലുള്ള കൽപ്പകഞ്ചേരിയിലെ HM ഒക്കെ അവർക്ക് 1 മണിക്കൂർ ഇവരോട് സംസാരിക്കാൻ ഒരു അവസരം കിട്ടിയപ്പോ അവർ ഒരുപാട് കാര്യങ്ങളാണ് പറയുന്നത്. അപ്പൊ അവർ പറഞ്ഞു വരുന്നത് 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടികൾ ഉൾപ്പെടെ ആൺകുട്ടികളോടാണ് പുക വലിക്കണമെന്ന് സിസ്റ്ററൊക്കെ ആൺകുട്ടികളെ കൊണ്ട് പുറത്തു പോയി മേടിപ്പിക്കുന്ന ഒരു സ്ഥിതിയാണ് ഉള്ളത് എന്ന രീതിയിലാണ്. സ്കൂളിലെ HM പിടിച്ച കുറെ ഈ ലഹരി ഉപയോഗങ്ങൾ, ലഹരി വസ്തുക്കളെ എനിക്ക് ആ ഫോട്ടോ ഒക്കെ കാണിച്ചിരുന്നു. എന്നിട്ട് HM അവരോട് പറയുന്നത് ഇത് പിടിച്ച കുട്ടികള് പുറത്തു പറഞ്ഞാൽ HM നിന്ന് സ്കൂളിൽ നിന്ന് പുറത്തു പോകണമെന്ന് കാരണം എന്ന് പറയുന്ന 8ാം ക്ലാസ്സിലെയും 9ാം ക്ലാസ്സിലെയും 10ാം ക്ലാസ്സിലെയും കുട്ടികൾ നമ്മളെ മലപ്പുറത്തെ പൊതുവിദ്യാലയങ്ങളിലും മറ്റു എയ്ഡഡ് ഉൾപ്പെടെയുള്ള അൺഎയ്ഡഡിലൊക്കെ ഉണ്ട് എന്ന് വളരെ സങ്കടത്തോടെ HM-മാര് പറയുന്നത്. അപ്പൊ നമുക്കിത് പണ്ട് ജില്ലാ പഞ്ചായത്ത് വിദ്യാഭ്യാസപരമായി പുറകിലായിരുന്ന ഒരു മലപ്പുറം ജില്ലയെ വിജയവേദി എന്നൊരു പദ്ധതി കൊണ്ടുവന്ന് ഇന്ന് നമ്മൾ സംസ്ഥാനത്ത് തന്നെ 1ാം സ്ഥാനത്താണ് വിദ്യാഭ്യാസ രംഗത്തെ പ്രശ്നങ്ങളുടെ കാര്യത്തിൽ.